തൃശൂർ പൂരം അലങ്കോലമായ ദിവസം സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്ന വീഡിയോ പുറത്ത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ഇത് കൊള്ളൊന്നും ആവില്ല, കടലാവാൻ പോകും. തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഓഫീസിലേക്കാണ് സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നത്. അതിനിങ്ങേര് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പൂരം അലങ്കോലമായതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടെന്ന് ആവർത്തിച്ച് VS സുനിൽകുമാർ രംഗത്ത് വന്നു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് K മുരളീധരനും പ്രതികരിച്ചു. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ സുനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. തൃശൂർ പൂരം അലങ്കോലമാക്കിയ ദിവസം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഓഫീസിലേക്കാണ് സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നത്. യാത്ര ആംബുലൻസിലാക്കിയതിൽ വലിയ വിവാദമുയർന്നിരുന്നു. മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവരെ സ്ഥലത്തെത്തിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതും വിവാദമായിരുന്നു. തോന്നിയ പോലെ ചെയ്യണം, അതാണ് പോളിടെക്നിക്. അതേടോ രാഷ്ട്രീയം. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. രോഗിയല്ലാത്ത സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയതിൽ പോലീസ് നടപടിയെടുത്തില്ലെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? ഇതിന് പറ്റിയ പേര് പോക്കർ തരം. അവിടെ ഈ ആംബുലൻസ് വരുമ്പോ പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ലേ? ആംബുലൻസിൽ രോഗികളല്ലാത്തവരെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിയമമുള്ളതല്ലേ? എങ്ങനെ വന്നു? മിക്കവാറും ഇത് പുലിവാലാകുമെന്നാ തോന്നുന്നേ. പോലീസ് നടപടി എടുത്തിട്ടുണ്ടോ? ഇപ്പോഴാണോ ഈ ചിത്രം പുറത്തു വന്നത്? ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നത്, സാധാരണക്കാരനല്ല ഒരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ സ്ഥാനാർത്ഥികൾക്ക് അങ്ങനെ വരാമോ? ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ നാളെ ആവട്ടെ. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേയാണ്, കണ്ടക ശനിയാണെന്ന്. പുനരന്വേഷണം സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപനം നടത്തിയാൽ നിലപാട് പറയാമെന്നും സുനിൽകുമാർ മീഡിയ വണ്ണോട് പറഞ്ഞു. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. അവന്റെ വാക്കിന് സൂചിവിനയുടെ മൂർച്ച. ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തുവരൂവെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. മറ്റൊരു നടപടി ഞങ്ങൾ അംഗീകരിക്കില്ല. ജുഡീഷ്യൽ എൻക്വയറി നടത്തിയേ തീരും. അക്കാര്യത്തിൽ UDF വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനത് തെളിയിക്കും. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.